പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ പരാജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അതുമാത്രമല്ല, തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം പുതിയ BJP സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ തൃണമൂലിൻ്റെ മുതിർന്ന നേതാക്കൾക്ക് ഉൾപ്പെടെ വലിയ തരത്തിലുള്ള അക്രമമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും നേരിടേണ്ടി വരുന്നത്. ജനങ്ങളെന്ന് പറഞ്ഞാൽ BJP പ്രവർത്തകർ തന്നെയാണ്. ജനങ്ങൾ, ദേശീയ മാധ്യമങ്ങളടക്കം അതിനെ ജനങ്ങളെന്നാണ് വിശേഷിപ്പിക്കുന്നത്. അവരുടെ അഭിഷേക് ബാനർജി, മമതാ ബാനർജിയുടെ സഹോദരപുത്രൻ കൂടിയാണ്. അഭിഷേക് ബാനർജി ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അഭിഷേക് ബാനർജിയെ കഴിഞ്ഞ ദിവസം ക്രൂരമായി മർദ്ദിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിന് തൊട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ വക്താവിനെ ആക്രമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പലയിടത്തും തൃണമൂൽ കോൺഗ്രസ് ഓഫീസുകൾ അടക്കം അടിച്ചു തകർക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതിൽ ഭരണപക്ഷത്തുള്ള BJP മാത്രമല്ല, പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് CPM പ്രവർത്തകരടക്കം തൃണമൂൽ ഓഫീസുകൾ ആക്രമിക്കുന്ന കാഴ്ചയുണ്ട്. കാരണം അതിനൊരു പ്രധാനപ്പെട്ട കാരണമുള്ളത്, 2011 പശ്ചിമ ബംഗാളിൽ അധികാരത്തിലേറിയ തൃണമൂൽ കോൺഗ്രസിന്റെയും CPMന്റെയും അടക്കം പാർട്ടി ഓഫീസുകൾ ബലമായി പിടിച്ചെടുത്ത് അവിടെ തങ്ങളുടെ കൊടി കുത്തുന്നത് കാഴ്ച, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന കാഴ്ച രാജ്യം കണ്ടതാണ്. അതിന്റെ ഒരു പ്രകടമായ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ന്യൂട്ടന്റെ 3ാം ചലന നിയമത്തിൽ പറയുന്നത് പോലെ എവരി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് പോലെ എല്ലാ ഒരു അക്രമത്തിനും തിരിച്ചടി ഉണ്ടാകുമെന്ന് 2011 അധികാരത്തിലേറിയ തൃണമൂൽ കോൺഗ്രസ് 2021 15 വർഷത്തിന് ശേഷം അധികാരം നഷ്ടപ്പെട്ടപ്പോൾ ബംഗാളിൽ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത്, അവരുടെ 80 MLA-മാരിൽ നിയമസഭാ കക്ഷി യോഗം വിളിച്ചപ്പോൾ പങ്കെടുത്തത് 20 പേർ മാത്രമാണെന്നാണ്. അതായത് ബാക്കി 60 പേരും BJP-യിലേക്ക് ചാടാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തൃണമൂൽ കോൺഗ്രസിന്റെ അസ്ഥിഭാരം തോണ്ടുന്ന നിലപാടിലേക്ക് MLA-മാർ പോവുകയാണ്. മമതാ ബാനർജിക്ക് ആ MLA-മാരെ പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാര്യം ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ തൃണമൂൽ കോൺഗ്രസിനെ എങ്ങനെയും ഇല്ലാതാക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ BJP-യുടെ ലക്ഷ്യം. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പാർട്ടി ഓഫീസുകൾ അടക്കം തല്ലി തകർക്കുന്നത്. ജനങ്ങളെന്ന് പറയുമ്പോൾ പോലും ജനങ്ങളല്ല, BJP-കാർ തന്നെയാണ്, അല്ലെങ്കിൽ BJP പ്രവർത്തകർ തന്നെയാണ് ഇതിൽ ഏറ്റവും മുന്നിലുള്ളതെന്ന് തന്നെ പറയേണ്ടി വരും. എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു എതിർ അഭിപ്രായമുള്ളത്, മുൻപ് തൃണമൂൽ കോൺഗ്രസുകാർ CPM-നോടും കോൺഗ്രസിനോടും BJP-യോടും ചെയ്തതെന്തോ അതേ കാര്യം തന്നെയാണ് BJP അധികാരത്തിൽ വരുമ്പോൾ തിരിച്ചു ചെയ്യുന്നത്. അതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെയാണെങ്കിൽ ബംഗാളിലെ ജനങ്ങൾ എന്ത് വിശ്വാസമാണ് ഈ BJP-യോട് അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയോട് ഉണ്ടാവുക എന്നൊരു ചോദ്യമുണ്ട്. കാര്യം തൃണമൂൽ കോൺഗ്രസിന്റെ ഇത്തരം ഏകാധിപത്യ രീതികൾ മറ്റാർക്കും ആ നാട്ടിൽ അല്ലെങ്കിൽ ആ സംസ്ഥാനത്ത് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു നിലപാടുണ്ടായിരുന്നു മമതയുടെ. ആ ഒരു ഏകാധിപത്യ നിലപാട് കൊണ്ട് തന്നെയാണ് അന്ന് മമത മറ്റൊരു മുന്നണിയെയും പാർട്ടിയും വളരാൻ അനുവദിക്കില്ല എന്ന നിലപാടെടുക്കുകയും പാർട്ടി ഓഫീസുകൾ തല്ലി തകർക്കുകയും ചെയ്തത്. അതേ രീതിയാണ് ഇന്ന് BJP അധികാരത്തിൽ വരുമ്പോൾ അവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ പകപോക്കലാകാം അല്ലെങ്കിൽ തിരിച്ചടിക്കുന്നതാകാം. പക്ഷെ തിരിച്ചടിക്കുമ്പോൾ അത് രാഷ്ട്രീയമായി തിരിച്ചടിയാണ്. പക്ഷെ സാധാരണക്കാരായ ജനങ്ങൾ നോക്കുമ്പോൾ അവർക്കുള്ളിൽ ആശങ്കയാണ് ഉണ്ടാകുന്നത്. ഇത്തരം നിലപാടുകൾ എടുത്തത് കൊണ്ട് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസും മമതയും ബംഗാൾ കൈവിട്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അധികാരത്തിലെത്തിയ BJP-യുടെ എന്ത് വിശ്വാസ്യതയാണ് അവർക്ക്, അല്ലെങ്കിൽ BJP-യോട് എന്ത് വിശ്വാസമാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉണ്ടാകുക എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. മറുവശത്ത് ഓപ്പറേഷൻ ലോട്ടസിലൂടെ ഇതിനു മുൻപ് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, MLA-മാരെ BJP-യിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കും. അതിൽ യാതൊരു സംശയവുമില്ല. കാര്യം ഇപ്പോഴും പരാജയം അംഗീകരിക്കാൻ മമതയ്ക്ക് കഴിഞ്ഞിട്ടില്ല. പരാജയപ്പെട്ടു എന്ന് മമതയെ മനസ്സിലാക്കിയെടുക്കാൻ തന്നെ ഇനിയും സമയം വേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും അധികാരം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അധികാരമില്ല എന്നുള്ള കാര്യം മമത അംഗീകരിക്കുന്നില്ല. മമത അത് അംഗീകരിക്കാത്തടത്തോളം ഈ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്നൊരു ചോദ്യമുണ്ട്. പിന്നെ 80 പേരുള്ളിടത്ത് 20 പേർ മാത്രമാണ്, 20 MLA-മാർ മാത്രമാണ് ഇന്ന് പങ്കെടുത്തിട്ടുള്ളത്. ബാക്കി 60 പേർ പങ്കെടുത്തിട്ടുമില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അവരിനി BJP-യിലേക്ക് പോകുമോ എന്നൊരു ചോദ്യമുണ്ട്. ഓപ്പറേഷൻ ലോട്ടസ് പോലെ. കാര്യം സുവേന്ദു അധികാരിയാണ് മുഖ്യമന്ത്രി. സുവേന്ദു അധികാരി പഴയ തൃണമൂൽ കോൺഗ്രസ്സുകാരനാണ്. സുവേന്ദു അധികാരിക്ക് ഇന്നും തൃണമൂൽ കോൺഗ്രസിലുള്ള ഓരോ MLA-മാരോടും വ്യക്തിപരമായ ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സുഗമമായി BJP-യിലേക്ക് കൊണ്ടുപോകാം. കാര്യം രാഷ്ട്രീയ ഭാവി ചിന്തിക്കുന്നത് തൃണമൂലിന്റെ ഐഡിയോളജിയിൽ അല്ലെങ്കിൽ ഇത്രയും നാൾ പിന്തുടർന്ന ഐഡിയോളജിയിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങളുടെ രാഷ്ട്രീയ ഭാവിയാണ് ചിന്തിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അവർ സുവേന്ദു അധികാരി സംസാരിക്കാൻ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ അത് അംഗീകരിക്കുകയും BJP-ക്ക് ഒപ്പം പോവുകയും ചെയ്യും. കാര്യം ഭരണത്തിലില്ലാത്ത തൃണമൂലിനൊപ്പം നിൽക്കുക. ഇനി നമുക്കറിയാം, ബംഗാളിൽ CPM ഒക്കെ ഭരണം നഷ്ടപ്പെട്ട് പിന്നെ തിരിച്ചു വരാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ തൃണമൂലിന്റെ അവസ്ഥയും ഇതല്ലേ. ഇതുവരെ മമത പരാജയം അംഗീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ നല്ല പ്രതിപക്ഷമായി മുന്നോട്ട് പോകാൻ മമതയുടെ തൃണമൂലിന് കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. അതിനൊന്നും ഉത്തരമില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്ക് ഏതാണോ ഉചിതമെന്ന് നോക്കുമ്പോൾ സ്വാഭാവികമായി MLA-മാർ ചിന്തിക്കുക BJP-ക്ക് ഒപ്പം പോവുക എന്നതാണ്. 5 വർഷം കഴിഞ്ഞ് തൃണമൂലിന് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകും, അല്ലെങ്കിൽ 5 വർഷം എനിക്ക് തോന്നുന്നു MLA-മാർ എല്ലാവരും ഒരുമിച്ച് നിന്ന് ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശക്തമായി അവർ നിലകൊള്ളുകയാണെങ്കിൽ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനേ കഴിയൂ. അവിടെ ഉറപ്പിച്ച് നമുക്കൊന്നും പറയാൻ കഴിയില്ല.
ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പൊ സ്വാഭാവികമായി MLA മാർ ചിന്തിക്കുക, അധികാരമുള്ളത് എവിടെയോ അങ്ങോട്ട് പോകാമെന്നവർ ചിന്തിച്ചാൽ അവർ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സുവേന്ദു അധികാരിക്ക് വ്യക്തമായ സ്വാധീനം തൃണമൂൽ കോൺഗ്രസിലുണ്ട്, ഇപ്പോഴുമുണ്ട്. അല്ലെങ്കിൽ MLA മാർക്കിടയിൽ അദ്ദേഹത്തിന് വ്യക്തമായ സ്വാധീനമുണ്ട്. ആ സ്വാധീനം അദ്ദേഹം ഉപയോഗിക്കുകയാണ് എങ്കിൽ ഓപ്പറേഷൻ ലോട്ടസിലൂടെ MLA മാരെ അപ്പുറത്തേക്ക് എത്തിക്കാൻ കഴിയും. അങ്ങനെ ഇന്ന് യോഗത്തിൽ പങ്കെടുക്കാത്ത MLA മാർ മുഴുവൻ അപ്പുറത്തേക്ക് പോവുകയാണ് എങ്കിൽ അത് മമതയ്ക്ക് കിട്ടുന്ന അടുത്ത അടിയായിരിക്കും. അതിന് മമതയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ തിരിച്ചടിയിൽ നിന്ന് തിരിച്ചടിയിലേക്ക് തന്നെയായിരിക്കും മമത പോകുന്നത്. അങ്ങനെയാണ് എങ്കിൽ BJP-യിലേക്ക് സുവേന്ദു അധികാരിക്കൊപ്പം മറ്റ് MLA മാർ കൂടി BJP-യിലേക്ക് പോവുകയാണ് എങ്കിൽ അത് മമതയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരിക്കും. തീർച്ചയായും ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം മമത 15 വർഷക്കാലം തന്റെ ഉള്ളം കയ്യിൽ കൊണ്ടു നടന്ന ഒരു സംസ്ഥാനമാണ്. അവിടെയാണ് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും ഈ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഇത്തരത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടമാകുമെന്നൊരു ചിന്ത പോലും മമതാ ബാനർജിക്ക് ഉണ്ടായിരുന്നില്ല. അവരിപ്പോഴും പരാജയം ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവിടെ മമതയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടി പരാജയപ്പെട്ടു എന്നത് മാത്രമല്ല, മമതയുടെ സഹപ്രവർത്തനായി ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് കെട്ടിപ്പടുക്കാൻ കോൺഗ്രസിൽ നിന്ന് മമതാ ബാനർജിക്കൊപ്പം തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ച സുവേന്ദു അധികാരി മമതാ ബാനർജിയുമായി തെറ്റി BJP പാളയത്തിലെത്തി. ആ സുവേന്ദു അധികാരിയാണ് ഇന്ന് ബംഗാളിന്റെ മുഖ്യമന്ത്രി എന്നതാണ് മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒന്നാമത്തെ തിരിച്ചടി. ആ സുവേന്ദു അധികാരിക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ ഇന്നത്തെ MLA-മാരിൽ വലിയൊരു വിഭാഗം MLA-മാരുമായും അടുത്ത ബന്ധമാണുള്ളത്. ആ MLA-മാരെ സുവേന്ദു അധികാരി ക്ഷണിച്ചാൽ അവർ BJP-യിലേക്ക് പോകുമോ എന്നൊരു ഭയം മമതാ ബാനർജിക്കുണ്ട്. എന്നിട്ട് പോലും ഈ മമതാ ബാനർജി വിളിച്ച യോഗത്തിൽ, ആദ്യത്തെ നിയമസഭാ കക്ഷി യോഗത്തിൽ 80 MLA-മാരിൽ 20 പേരാണ് പങ്കെടുത്തത്. നേരത്തെ ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് 50 MLA-മാരും 20 MP-മാരും BJP-യിലേക്ക് ചേക്കേറാൻ കാത്തിരിക്കുന്നതാണ്. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന കണക്ക് പ്രകാരം 50 അല്ല 60 MLA-മാർ BJP-യിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതാണ്. അവിടെ ഞാൻ പറയുന്നതിന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം, അവിടെ മമതാ ബാനർജിയുടെ പാർട്ടിക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണത്തെ ചെറുക്കുമെന്ന് ഇന്ത്യ സഖ്യത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയും മറ്റു പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ പ്രസ്താവന ഇറക്കുന്നുണ്ട്. അവിടെ മമതാ ബാനർജിയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയല്ല വേണ്ടത്. തരാതരം പോലെ രാഷ്ട്രീയം കളമാറി കളിക്കുന്ന ആളാണ് മമതാ ബാനർജി. നേരത്തെ NDA-ക്കും BJP-ക്കൊപ്പമായിരുന്നു മമതാ ബാനർജി. അതിനുശേഷം കോൺഗ്രസിനും UPA-ക്കൊപ്പം മമതാ ബാനർജി വരുന്നു. ആ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് കോൺഗ്രസിന് അവിടെ ലഭിച്ചിരിക്കുന്നത്. അധീർ രഞ്ജൻ ചൗധരിയെ പോലെയുള്ള നേതാക്കന്മാർ അവിടെ ബംഗാൾ രാഷ്ട്രീയത്തിൽ മമതയോട് പോരാടി, മമതയുടെ പ്രതാപകാലത്തടക്കം മമതാ ബാനർജിയെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോയ അധീർ രഞ്ജൻ ചൗധരിയെ പോലെയുള്ള നേതാക്കന്മാരുണ്ട്. അവിടെ കോൺഗ്രസ് തങ്ങളുടെ സംഘടനാ സംവിധാനം കെട്ടിപ്പടുക്കുക, തൃണമൂൽ കോൺഗ്രസിൽ നഷ്ടമാകുന്ന മുഴുവൻ വോട്ടുകളും അല്ലെങ്കിൽ മുഴുവൻ പ്രവർത്തകരും BJP-യിലേക്ക് പോകില്ല, അവർ പഴയ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിലേക്ക് വരും. അവരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വം നടത്തേണ്ടത്. മമതാ ബാനർജി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടോ അവരോട് ഐക്യപ്പെട്ടിട്ടോ കാര്യമില്ല. പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ മാത്രമാണ് അവർക്ക് മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യമുള്ളൂ. അല്ലാത്തപ്പോൾ അവരെ കറിവേപ്പില പോലെ വലിച്ചെറിയുന്നതാണ് മമതയുടെ നെറികെട്ട രാഷ്ട്രീയ ശൈലി. ആ രാഷ്ട്രീയ ശൈലിക്കാണ് ഇത്തവണ ബംഗാളിലെ വോട്ടർമാർ വിധി എഴുതിയത്. ആ രാഷ്ട്രീയ ശൈലിക്കാണ് ഇത്തവണ അത് അന്ത്യം കുറിച്ചത്. അതുകൊണ്ട് തന്നെ മമതാ ബാനർജിയും BJP-യും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കക്ഷി ചേരാതെ അവിടെ സ്വന്തം പാർട്ടി സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ കോൺഗ്രസ് ശ്രമിച്ചാൽ ബംഗാളിൽ അതൊരു തിരിച്ചുവരവിന്റെ കാഹളം മുഴക്കമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.